ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് രേണുസുതി. മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ രേണുസുതി. അവർ ചെയ്യുന്ന റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. അതിന് നേരെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ആളുടെ കൂടെ ഒരു റീലാണ്. ആ റീൽ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ ആൾക്കാർ കമന്റ് സെക്ഷനിൽ തെറി വിളിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ മറ്റൊരാളുടെ കൂടെ ഇന്റിമേറ്റ് സീനിൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുലസ്ത്രീകളും കുലപുരുഷന്മാരും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. അപ്പൊ പിന്നെ അത് അങ്ങനെയല്ലേ വേറുള്ളൂ. ആ ഒരു റീലിന് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ ആർക്കെങ്കിലും എന്തിനെങ്കിലും ഒന്ന് റീച്ച് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ പോയി ഇന്റർവ്യൂ എടുക്കണമല്ലോ. ഇന്റർവ്യൂ മസ്റ്റ് അല്ല, ഇന്റർവ്യൂ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. രണ്ടാമതായിട്ട് ഇവര് ചെയ്തു വെക്കുന്നത് ഒരു ആഡ് ഷൂട്ടാണ്. ഡോക്ടർ മനു എന്ന് പറഞ്ഞ ആളുടെ കൂടെ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും വശത്തിൽ ഒരു ബ്യൂട്ടി പാർലറിന് വേണ്ടി ചെയ്തിട്ടുള്ള ആഡ് ഷൂട്ട്. ഇവരുടെ ഫോട്ടോസ് പോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനും. ഈ ഒരു ക്യാപ്ഷൻ ഡോക്ടറോ രേണു അല്ല ഇട്ടിരിക്കുന്നതെന്നും അതൊരു ടീം വർക്ക് ആയിരുന്നു എന്നും അവർ കൃത്യമായിട്ട് ഇന്റർവ്യൂവില് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ തെറ്റിദ്ധരണേന്റെ ആവശ്യമില്ലല്ലോ. ഒരു ഇന്റർവ്യൂവില് രേണു സംസാരിക്കുന്നത് കേൾക്കുകയുണ്ടായി. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതല്ലാതെ വേറെ സോങ് ചെയ്യാമായിരുന്നു. ഏത് രേണു ചേച്ചിയുടെ ചേട്ടന്റെ വീഡിയോയുടെ അടിയിലുള്ള എന്റെ ദൈവമേ, ഞാൻ ഏത് സോങ് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? റീൽസ് അത് ഈ പറഞ്ഞ ഇവനോ ആണോ തീരുമാനിക്കുന്നത് ഞാൻ ഏത് സോങ് ചെയ്യണോന്ന്? മക്കളെ പോറ്റാനാണ് റീൽ ചെയ്ത് മക്കളെ പോറ്റാനാണ്. ഫേക്ക് ഐഡിയ ആണ്. അതായത് റീൽ ചെയ്ത് മക്കളെ പോറ്റാൻ ഞാൻ ചോദിക്കട്ടെ, ഫേക്ക് ഐഡിയ ആണ് ഒരു മനുഷ്യനാണോ കമന്റ് ഇട്ടത്? മക്കളെ പോറ്റാൻ റീൽ ചെയ്യുന്ന എവിടെ പറഞ്ഞു? ഞാൻ പ്രൊഫഷണലായിട്ട് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഒരു നാടക ആർട്ടിസ്റ്റ് ആണ്. ആ നാടകം ചെയ്യുന്നത് എന്റെ പ്രൊഫഷണലാണ്. ഞാൻ എന്റെ മക്കളെ പോറ്റാൻ തന്നെയാണ്. റീൽ ചെയ്യാൻ എന്റെ ഇഷ്ടമല്ല. ഏത് പാട്ടുകളോ മകളെ പിടിക്കുന്ന സ്ഥലത്ത് അത് അഭിനയമാണ്. അത് നാല് പേരെ അല്ലെ ക്യാമറയുടെ മുന്നിലാണ്. അല്ലാതെ പാത്ത് പോയിരുന്ന മകളെ പിടിക്കുകയല്ല ചെയ്യുന്നത്. മകളെങ്കിൽ പാത്ത് പോയിരുന്ന് പിടിക്കുന്ന പോലാണ്. ഇത് അഭിനയമാണ്, ആക്ടിങ് അല്ലെ? കമന്റിട്ട ഫേക്കിനോടാ പറയുന്നത്. ഇത് ആക്ടിങ് ആണ്, അല്ലാതെ ജീവിതമല്ല. അതിന് ഞാൻ എങ്ങും പറഞ്ഞില്ല മക്കളെ പോറ്റാൻ ഞാൻ റീൽ ചെയ്തത്. അഭിനയം മക്കളെ പോറ്റാൻ തന്നെയാണ്. എനിക്ക് ഇന്റിമേറ്റ് സീൻ ഇല്ലാതെ അഭിനയിക്കാൻ അതെന്റെ ഇഷ്ടമല്ല. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. ഇന്റിമേറ്റ് സീൻ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. എന്റെ കംഫോർട്ടാണേ മാത്രം. അതിന് മുന്നോട്ടാണ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. അവരുടെ എല്ലാ ഇന്റർവ്യൂസിലും അവരവരുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ടും ബോൾഡായിട്ടും പറഞ്ഞു വെക്കുന്നുണ്ട്. ഏത് റീല് ചെയ്യണം, എങ്ങനത്തെ സീൻ ചെയ്യണം, ആരുടെ കൂടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ ആർക്കും അഭിപ്രായം പറയാനും വിമർശിക്കാനും അവകാശമില്ല. വീക്കിലി ഷൂട്ട് എടുക്കുന്നവരുണ്ടല്ലോ ഇവിടെ മലയാളികൾ, ഇല്ലേ? പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പേര് പറയുന്നവരിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നവരുണ്ടല്ലോ. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്നോട് ഈ തീർക്കുന്ന ഇവര്. അവരുടെയൊക്കെ ഞാൻ നോക്കുമല്ലോ, അവര് നോക്കുമല്ലോ. ഈ മലയാളികൾ ആരും അവർക്കൊന്നും പറയുന്നില്ല, അവരൊന്നും പറയുന്നില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഒരിക്കലും അത് തെറ്റാണെന്നല്ല. ഞാൻ ഒരിക്കലും ആരെയും തെറ്റ് പറയത്തില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എന്തിടണം എന്തിടണ്ടെന്നുള്ളത്. ഞാനൊരു റീൽ ചെയ്ത് ഇത്ര വലിയ പാഠം അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തൊക്കെ ഈ തെറി അറിയുന്നത്. നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. ചില ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല, കാരണം പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഈ തെറി, അതേ ഉള്ള എനിക്ക് വിഷയം. എന്തിനാണ് ഈ തെറി വിളിക്കുന്നവന്മാര്? രേണു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പല പ്രമുഖരായിട്ടുള്ള മലയാളികളും ബിക്കിനി ഷൂട്ട് അടക്കം ചെയ്യുന്നുണ്ട്. അവർക്ക് പോലും ഇല്ലാത്ത നെഗറ്റീവ് കമന്റ്സും തെറിവിളിയും എന്തുകൊണ്ടാണ് തനിക്ക് എന്നും താനൊരു റീല് ചെയ്തത് ഇത്ര വലിയ പാപമായോ എന്നും ചോദിക്കുന്നുണ്ട്. ഒരു റീല് ചെയ്തത് ഒരിക്കലും പാപവും തെറ്റും ഒന്നുമല്ല. പക്ഷേ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതൊരു
റീലാണെന്നും ആക്ടിങ് ആണെന്നും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുലസ്ത്രീകളും കുലപുരുഷന്മാരും ധാരാളമുണ്ട്. അവരെ ഞാൻ ഒരു ഒരത്തേക്ക് ഇടുകയാണ്, അവരെ കുറിച്ചല്ല പറയുന്നത്. അല്ലാത്ത ആളുകളും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം രേണുവിന് ഇങ്ങനെ ഒരു ഷൂട്ടില് നമ്മൾ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അനശ്വര രാജൻ മുമ്പൊരിക്കൽ ഷോർട്സ് ഇട്ടിട്ട് ഒരു പോസ്റ്റ് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അന്ന് അവർക്ക് ഒരുപാട് വിമർശനങ്ങൾ അവരുടെ നേരെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് പുതിയതായിട്ടും കാണുമ്പോൾ പലരും ശ്രദ്ധിക്കും. ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോകളും ഇന്റർവ്യൂകളും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല. ഇപ്പൊ അടുത്തായിട്ട് രേണു ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ഷൂട്ട് കൂടി ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ചെയ്ത് വെച്ചിരുന്നത്. അതിന്റെ ഒരു റീല് എന്റെ ശ്രദ്ധയിൽ പെട്ടു. അതൊന്ന് കാണാം. വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുള്ള നല്ലൊരു റീല്. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയത് ശരിക്കും ഇതിന്റെ കമന്റ് സെക്ഷൻ കണ്ടിട്ടാ. എന്റെ അമ്മ, രേണു ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് താനിപ്പോ അത് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളത്. ഒരു തരത്തിൽ അത് ശരിയാണ്. പക്ഷെ ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോ കാണുന്ന എനിക്കേ ദേഷ്യം വരുന്നു. ഇതിൽ കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. ആ മോണ കണ്ടാൽ ആട് പ്ലാവില് തിന്നാൻ നിൽക്കുന്ന പോലെ. ഇപ്പോഴാണ് കറക്റ്റ് ഓന്തായത്. ഈ ഇൻസ്റ്റ ഒന്ന് ഡിലീറ്റ് ആക്കാൻ വല്ല വഴിയുണ്ട്? ഇൻസ്റ്റ ഇങ്ങനെ നെക്കി പിടിച്ച് ഞാൻ ഡിലീറ്റ് ആക്കും, എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത്രയും നല്ലത്. വേഗം ചെയ്യണേ. ഇനി ഇതിനാണ് ആ കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്തതെന്ന് പറയുന്നത്. എരുമ ആലുമൂടനെ മേക്കപ്പെട്ട പോലെ. പഴങ്കഞ്ഞിയിലും ആവിയോ. ഇപ്പൊ ശരിക്കും മുതുക്കിത്തള്ളായത്. ഒരു ഗത കൂടി ആയാൽ ഹനുമാനാണെന്ന് പറയാം. പെട്ടെന്ന് ഷൂട്ട് അവസാനിപ്പിക്കുക. ഇത് കഴിഞ്ഞ് വേണം നാളികേരം ചിരകാൻ പോവാ. സുധിച്ചേട്ടൻ മരിക്കണ്ടായിരുന്നില്ല. ദൈവത്തെ ഓർത്ത് ചിരിക്കല്ലേ, ഓന്ത് പൊത്തിനുള്ളിൽ നിന്ന് നോക്കുന്ന പോലെ. ചെറ്റപ്പുരയ്ക്ക് ഓടിട്ട പോലെ. ചിരി ഇച്ചിരി മടുപ്പായോ എന്നൊരു സംശയം. ബാക്കിയെല്ലാം പിന്നെ ഭയങ്കര മടുപ്പായതുകൊണ്ട് സാരമില്ല. ഭർത്താവ് മരിച്ചത് കൊണ്ട് മാത്രം 4 ആൾ അറിയപ്പെട്ടു. ഓരോ കോപ്രായം കാണിച്ച് ഉള്ള പേര് കളയല്ലേ ചേച്ചി. ഇവരുടെ ഈ ഒരു കമന്റ് സെക്ഷനില് എത്രയോ കമന്റ്സ് ആണ് ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടുള്ളത്. അതും പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നത്. ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫണ്ണായിട്ടുള്ള കാര്യവും നിസ്സാര കാര്യമല്ല. അത് വലിയൊരു കുറ്റാണ്, വലിയൊരു തെറ്റാണ്. ആ ബോധം നിങ്ങൾക്കില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കമന്റ്സ് ഇട്ടതെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പത്തെ കാലത്തും ഇത്രയും ആൾക്കാരുണ്ട് ബോധം ഇല്ലാത്തെന്നുള്ളത് ആ കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ ബോധം വെക്കാൻ വേണ്ടി വല്ല അരിഷ്ടോ ലേഹ്യോ സജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത് തന്നേനെ. ഇതിപ്പോ അത് പറ്റില്ലല്ലോ, ഉണ്ടായിട്ട് വേണ്ടേ ബോധം. എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട്. നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പോലെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നവരെ കണ്ടു. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ റെസ്പെക്ട് ചെയ്യാൻ ചെയ്യുന്ന കാലാണ്. അപ്പൊ വന്നിട്ട് അവരെ വെച്ചിട്ട് പറയാൻ നിൽക്കരുത്. കുറച്ചെങ്കിലും മാനസിക പരിഗണന അവരുടെ അടുത്ത് കാണിക്കുക ഇങ്ങനത്തെ കമന്റ്സ് ഇടുമ്പോ. ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് കാണിച്ചില്ലെങ്കിലും ഇതൊക്കെ ബാക്കിയുള്ളവരും കാണുന്നുണ്ട് എന്നുള്ള ബോധമെങ്കിലും കാണിക്കും. ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും ഇപ്പോഴും ബോഡി ഷേമിങ് തെറ്റാന്നുള്ള ബോധോ അത് ചെയ്യരുതെന്നുള്ള ബോധോ പലർക്കും വന്നിട്ടില്ല, വരുന്നില്ല. എന്താ ഇതിന് കൂടുതൽ ചെയ്യാ? നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ ആൾക്കാരെ മെലിഞ്ഞതിന്റെ പേരില്, തടിച്ചതിന്റെ പേരില്, നിറത്തിന്റെ പേരില്, മുടിയുടെ പേരില്, പല്ലിന്റെ പേരില്. എന്റെ അമ്മേ, നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലേ? മനുഷ്യന്മാരാണ്, ഒന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല. പലരും പല പോലെയാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അത് ആസ്വദിക്കാനല്ലേ പഠിക്കേണ്ടത്. ഇങ്ങനെ ആൾക്കാരെ ബോഡി ഷേമിങ് ചെയ്യണത് എന്തിനാ? നിർത്തിക്കൂടെ? ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ബോഡി ഷേമിങ്. അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും എപ്പോഴെങ്കിലും ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ പല്ലിന്റെ പേരിലൊക്കെ വന്നിട്ട് പറയുന്നത് ഭയങ്കര മോശമാണ്. ഒന്ന് നിർത്ത്.
നിങ്ങളോട് അവര് പറയുന്നില്ലായിരിക്കും, പക്ഷെ ഇതൊക്കെ കാണുമ്പോ എനിക്ക് പറയാൻ തോന്നുന്നു, നിർത്തിപ്പോ, വേറെ വല്ല പണിക്കും പോ. എനിക്ക് വയ്യ ഇങ്ങനെയുള്ളവരെ. മതി, ഇതേ കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല. കുറെ ടേക്ക് എടുത്ത് ഞാൻ മടുത്തു. നിന്ന് കാലൊക്കെ വേദനയാ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബോഡി ഷേമിങ് ചെയ്യരുത് കേട്ടോ.